ദുരന്തം നാശം വിതച്ച മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ സന്ദർശനം നടത്തിയ ശേഷം കൽപ്പറ്റ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. ആ യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. റിയാസ് KM ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിയാസ്, ആ യോഗത്തിൽ ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് കേരളം അവതരിപ്പിച്ചത്? എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം? യോഗത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രധാനമായും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവാണ് പ്രധാനമന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. മറ്റൊന്ന്, ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി വിശദമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇതിനോടെല്ലാം തന്നെ അനുകൂലമായി, അതായത് കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. കാരണം ദുരന്തം ഏറെ വേദനിപ്പിച്ചു എന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് എന്നുള്ള ഒരു വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ അവലോകന യോഗം പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിമാരായിട്ടുള്ള റവന്യൂ മന്ത്രി രാജനും കേളുവും പുറത്തിറങ്ങി. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി മടങ്ങും. അദ്ദേഹം ഈ വ്യോമസേനയുടെ MI ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്നും, അതായത് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ നിൽക്കുന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇനി കണ്ണൂരിലേക്ക് മടങ്ങും. കണ്ണൂരിൽ നിന്നും വ്യോമസേനയുടെ തന്നെ വിമാനത്തിലാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. ഡൽഹിയിൽ എത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ കേരളത്തിനുള്ള സഹായ പ്രഖ്യാപനം ഉണ്ടാകുക. കാരണം കേന്ദ്ര സംഘം ഇന്നലെ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘമായിരുന്നു ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അവർ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. അതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോൾ വ്യോമനിരീക്ഷണം നടത്തി ദുരന്ത മേഖല പൂർണ്ണമായും കാണുകയും ചെയ്തു. അതിനുശേഷം ചൂരൽമലയിൽ 1/2 കിലോമീറ്ററോളം ദൂരം പ്രധാനമന്ത്രി നടന്ന് ദുരന്തത്തിന്റെ ഒരു ആഴം എത്രമാത്രമുണ്ട് എന്ന് നേരിട്ട് കണ്ട് അറിഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. വെള്ളാർമല സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യം അദ്ദേഹം സന്ദർശിച്ചു. വേലിപ്പാലത്തിലൂടെ നടന്നു നീങ്ങിയ സൈന്യത്തിന്റെ ഒരു അഭിമാനകരമായ ദൗത്യം അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തി. സൈന്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. സൈന്യത്തിൽ നിന്നുൾപ്പെടെ ഇതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്, ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അനാഥരായ കുട്ടികൾ എത്ര പേരുണ്ട്, പൂർണ്ണമായും അനാഥരായ കുട്ടികളുടെ എല്ലാം വിശദാംശങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പിന്നീട് വിംസ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി തേടുകയും ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവലോകന യോഗത്തിൽ എത്തിയത്. നേരത്തെ തന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഹെലികോപ്റ്റർ യാത്രക്കിടെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും കൃത്യമായി പ്രധാനമന്ത്രിയോട് ഇതിന്റെ ഒരു ആഴത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഈ ദുരന്ത ഭൂമി പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതിന് ശേഷമുള്ള അവലോകന യോഗത്തിൽ ഒരിക്കൽ കൂടി അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ യോഗം പൂർത്തിയായിരിക്കുന്നു. യോഗം പൂർത്തിയായ ശേഷം അവിടെ കളക്ടറേറ്റിൽ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി തുടരുകയാണ്. മന്ത്രിമാരായ റവന്യൂ മന്ത്രി രാജനും വയനാട്ടുകാരനായ മന്ത്രി കേളുവും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കൽപ്പറ്റ MLA T സിദ്ദീഖും അടക്കമുള്ളവർ അവിടെ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ലതീഷ്, റിയാസിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ KC ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു.